EVM കോസ്റ്റ്ലൈൻ ഗാരേജസ്. ഇത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ മുട്ടത്തുള്ള MGയുടെ ഷോറൂം തന്നെയാണ് അല്ലേ. MG എന്ന് പറയുന്ന ബ്രാൻഡ് 2024 ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ലൈക്ക് ബാസ് പോലത്തെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ MG വിൻസർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സക്സസ്, ഇതെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. കാരണം 2024 ആ ഒരു ജേണി ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്നുള്ളത് EVM കോസ്റ്റ്ലൈൻ ഗാരേജസിൻ്റെ ഡയറക്ടർ ജിമ്മി സാറാണ്. സോ ജിമ്മി സാറോട് നമുക്ക് ഈ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹലോ സാർ. ഹായ് അർജുൻ. യെസ് സാർ. ഞങ്ങളിങ്ങനെ MG 2024 ഒരുപാട് സക്സസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സാറിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് നമ്മുടെ MGനെ കുറിച്ചും അതുപോലെ തന്നെ EVM ഉണ്ടാക്കിയിട്ടുള്ള മാർക്കറ്റിലെ ആ ഒരു സക്സസിനെയൊക്കെ കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ചോയ്സ് ആണ് സാറ്. ഞങ്ങൾക്കറിയാം സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നത്. എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു സാർ ശരിക്കും 2024 ജേണി? 2024 ഞങ്ങൾക്ക് MG ഇന്ത്യക്കാണെങ്കിലും കോസ്റ്റ്ലൈൻ ഗാരേജസിനാണെങ്കിലും ഒരു വളരെ നല്ലൊരു വർഷമായിരുന്നു. MG ഇന്ത്യനെ വെച്ച് നോക്കുവാണെങ്കിൽ JSW ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വന്നു. ഈ JSW ഒരു പാർട്ട്ണർഷിപ്പ് വരുമ്പോഴേക്കും ഇത് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അതെ അതെ. MG is no more a foreign company. It's an Indian company. അതെ, അതും നമ്മുടെ ഇപ്പോൾ പണ്ടൊക്കെ സാറിന് അറിയാലോ ഒരു നമ്മുടെ പ്രശസ്തമായിട്ടൊരു മാധ്യമം അവർ എഴുതുകയാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് ചൈനീസ് വാഹന ഭീമന്മാരെ, അത് നിർത്തി അത് പറയാൻ പറ്റൂല. ഇതൊരു ഇന്ത്യൻ കമ്പനിയാണ്. അതെ അതെ. JSW ഇതിൽ വരുമ്പോഴേക്കും അവര് ഒത്തിരി ഫണ്ട്സിലേക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് പല പല മോഡൽസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ആദ്യത്തെ മോഡലാണ് വിൻസർ. ഈ വിൻസർ നമുക്ക് ഭയങ്കര റോളിംഗ് സക്സസ് ആണ്. ഇന്നിപ്പം ഞങ്ങൾക്ക് എല്ലാ ദിവസവും 10 ബുക്കിംഗ് വെച്ച് വരുന്നുണ്ട് വിൻസറിന്. ഈ JSW അല്ല, സൈക്കല്ല, ഇവരാരും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും വലിയൊരു സക്സസ് ആയിരുന്നു വിൻസർ ഇന്ത്യ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടി ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ വിൻസറിന്റെ ലോഞ്ചിനെന്ന് സാറ് പറഞ്ഞ അറൌണ്ട് 600 ബുക്കിംഗ്സ് ആയിരുന്നു അന്ന് നമുക്ക് മാത്രം ഉണ്ടായിരുന്നു. ലോഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് അതെ അതെ, ലോഞ്ചിന് അന്നായിരുന്നു സാറ് പറഞ്ഞത്. പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രീ ബുക്കിംഗ് 600 ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കൂടെ ഇതിന്റെ അകത്തുള്ള ഫെസിലിറ്റീസ്, വണ്ടിയുടെ അകത്തുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആൾക്കാർ കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും ബുക്കിംഗ് വളരെ കൂടി, പിന്നെയും കൂടി. ഇതിപ്പോ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നിന്ന് എടുത്ത ആൾക്കാർ തന്നെയാണ് അത് പറഞ്ഞിട്ടാണ്, വേർഡ് ഓഫ് മൗത്ത് കാരണമാണ് ഒത്തിരി ബുക്കിംഗ് വരുന്നത്. അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യസ് ഹയസ്റ്റ് സെല്ലിംഗ് EV വിൻസർ. അതെ അതെ. അല്ല, അതിലൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വണ്ടിയുടെ ക്വാളിറ്റിക്ക് പുറമെ EVM നൽകുന്ന ആ ഒരു സർവീസ്, അതിനായിരിക്കും ആൾക്കാർ തന്നെ കൂടുതലായിട്ട് ഒരു EVM കോസ്റ്റ്ലൈൻ ഗാരേജ് നമ്മൾക്കൊരു വണ്ടി വിൽക്കുകയല്ല, നമ്മളൊരു എക്സ്പീരിയൻസ് വിൽക്കുക. നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ നിന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു സന്തോഷം. ഇപ്പൊ ഏത് വെഹിക്കിൾ ആണെങ്കിലും അതിന്റെ ഒരു ഞാനൊന്നും പറയാറുണ്ട്, ബർത്ത് പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡീലർഷിപ്പാണ്. അന്ന് ആ ഡീലർഷിപ്പിൽ അവർ ഇവര് എടുക്കാൻ വരുമ്പോൾ EVMന്റെ എല്ലാ ബ്രാൻഡ്സും നിങ്ങൾക്ക് ശ്രദ്ധിക്കാമല്ലോ, എടുത്തു കഴിഞ്ഞാൽ ലോയൽറ്റി എന്നാലും അവർക്ക് എപ്പോഴും ഉണ്ടാവും. ശരിയാണ് സാർ. പിന്നെ നമ്മളുടെ ഇവിടെ ആഫ്റ്റർ സെയിൽസിലാണെങ്കിലും ഞങ്ങളാണ് ഇന്ത്യസ് ബെസ്റ്റ്, കൊച്ചിൻ ഈസ് ദ ബെസ്റ്റ് ആഫ്റ്റർ സെയിൽസ് സർവീസിലെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് കിട്ടിയത് കൊച്ചിനാണ്. താങ്ക് യു. അതുപോലെ കൊച്ചിൻ അവാർഡ് കിട്ടി കസ്റ്റമർ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്ന, അതിന് തൃശ്ശൂരിന് കിട്ടി. ഞങ്ങളുടെ എല്ലാ ലൊക്കേഷൻസിലും ആഫ്റ്റർ സെയിൽസിനും എല്ലാ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടൊരു ക്ലയന്റൈലുണ്ട്. അല്ല, സാറിന്റെ ക്യാബിനിലേക്ക് കയറിയാൽ തന്നെ അറിയാം എത്രങ്ങാനും അവാർഡാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ. ഇതിന്റെ അകത്ത് വേറൊരു കാര്യം, ഞങ്ങൾക്കിപ്പോൾ എല്ലാം കൂടി അറൌണ്ട് 8000 കസ്റ്റമേഴ്സ് ഉണ്ട്. 7500 മുകളിലേക്ക് ആയി ഇപ്പൊ ഞങ്ങളുടെ സെയിൽസ് വരുന്നത്. ആകെ 2019 നമ്മൾ മാർക്കറ്റ് ഷെയർ കംപ്ലീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ 1700 വണ്ടി, ഈ വർഷം 2024 ഞങ്ങൾ 1700 വണ്ടി ആയിട്ടുണ്ട് ഇതുവരെ. അപ്പൊ എങ്ങനെയാലും ഈ വർഷം സാറ് എൻഡ് ചെയ്യുന്നത് ഒരു 50-60 വണ്ടി 1750 അടുത്തേക്കൊക്കെ എത്തും അല്ലേ? എത്തും. പിന്നെ ഈ വർഷം 2024 ഞങ്ങൾ സർവീസിലാണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി ത്രൂപുട്ട് എന്ന് പറയും സർവീസിൽ, നമ്പർ ഓഫ് വെഹിക്കിൾസ് ഒക്കെ നന്നായിട്ട് കൂടി, എല്ലാം ഒത്തിരി റവന്യൂ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് പറയുവാണെങ്കിൽ നമ്മുടെ JSW MGയുടെ സൈഡിൽ കോസ്റ്റ്ലൈൻ ഗാരേജസ് 2 പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തു. ഒരെണ്ണം തൊടുപുഴയിലും ഒരെണ്ണം ആലപ്പുഴയിലും. തൊടുപുഴയിൽ ആദ്യം ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെയല്ലേ പണ്ട് ഉണ്ടായിരുന്നത്? ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെ ഉണ്ടായത്, പക്ഷെ അത് ഇവരുടെ സ്റ്റാൻഡേർഡ്സിലേക്ക് ആക്കി അവരുടെ ഒരു ഉഡാൻ എന്ന് പറയുന്ന ഒരു വിത്ത് സെയിൽസ് ആൻഡ് സർവീസ്. നേരത്തെ സെയിൽസ് ഇല്ല, 3S ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ടർ 3S എന്ന് പറയാം. സെയിൽസ് സർവീസസ് സ്പെയർസ് ഇതെല്ലാം ആയല്ലോ, പിന്നെ 3S ഫെസിലിറ്റി ഉണ്ട്.
പിന്നെ MG ഈ വർഷം ഇത്രയും മുമ്പിലേക്ക് വരാൻ കാരണം നമ്മൾ പുതിയ പല കൺസെപ്റ്റ്സ് കൊണ്ടുവന്നായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ബാസ്, ബാറ്ററി ആസ് എ സർവീസ്. ഒരാൾ വണ്ടി ഓൺ ചെയ്യുന്നത് പോലെ വണ്ടി ഓൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് ഓൺ ചെയ്യാം. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് MG കൊണ്ടുവന്നത്. പ്രൈസ് ഒരുപാട് കുറഞ്ഞില്ലേ? പ്രൈസ് ഒരുപാട് കുറഞ്ഞ് ഈ MG ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കി മാനുഫാക്ചേഴ്സ് ഫോളോ ചെയ്യും. പണ്ട് നമ്മൾ പറയുന്ന പോലെ വാട്ട് MG ഡസ് അതേഴ്സ് ഈസ് ഫോളോ എന്ന് പറയുന്ന പോലെ. ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർനെറ്റ് കാർ, ഇന്ത്യസ് ഫസ്റ്റ് ADAS, പിന്നെ ഇപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് ബാസ്, ഇങ്ങനെ പല കാര്യങ്ങളും MG ചെയ്യും. അത് അങ്ങനെ തന്നെ ബാക്കിയുള്ളവർ. അപ്പം ഹെക്ടറൊക്കെ വന്ന സമയത്ത് ഇന്റർനെറ്റ് ഇൻസൈഡ്, അതിനകത്ത് തന്നെ ചിറ്റ് ഫംഗ്ഷൻസ് ആയാലും അല്ലെങ്കിൽ കുൽജ സിംസ് എന്ന് പറയുന്ന സൺറൂഫ് ഓപ്പണിങ്ങും ഇതൊക്കെ പിന്നെയുള്ള ബാക്കിയുള്ള എല്ലാവരും വന്നത് 10.5 ടച്ച് സ്ക്രീനും. ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ പല കാര്യങ്ങളും MG സിംപ്ലിഫൈ ആണ്. ഇപ്പോൾ ഈ ടച്ച് സ്ക്രീനിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ടച്ച് സ്ക്രീനെ കുറിച്ച് പറഞ്ഞു തരണം. നമ്മൾ എന്തോരം നമ്മുടെ മൂവിങ് പാർട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. തിരിക്കുന്ന സാധനങ്ങൾ, ഒരു ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുക, അതെല്ലാം ഇപ്പോൾ ടച്ച് സ്ക്രീനിലാക്കി. TV ഓൺ ചെയ്യുക, AC കൂട്ടുക. അപ്പോൾ നമുക്ക് അത്രയും ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻസ് കുറവാണ്. മോർ ഇലക്ട്രോണിക്സ് ആൻഡ് മോർ അൺവാണ്ടഡ് മെക്കാനിക്കൽ പാർട്സ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ MG ചെയ്യുന്ന പല കാര്യങ്ങളും ഇനി പലരും ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും ഉറപ്പല്ലേ. പിന്നെ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പം ഹെക്ടർ ഉണ്ട്, ഗ്ലോസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ZSAV ഉണ്ട്, കോമറ്റ് ഉണ്ട്, വിൻസർ ഉണ്ട്, ആസ്റ്റർ ഉണ്ട്. ഇത്രയും വണ്ടികൾ നമ്മുടെ അടുത്തുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു സാറിന്റെ ഇതിൽ സെയിൽ ഏതായിരിക്കും കൂടുതലായിട്ട്? നമുക്ക് കഴിഞ്ഞ വർഷം ഇപ്പം എന്തായാലും വിൻസറാണ്. പക്ഷേ ഇലക്ട്രിക് തന്നെയായ ഇലക്ട്രിക് തന്നെ. ഇപ്പം നമുക്കിപ്പോൾ MGയിൽ ഞങ്ങളുടെ സെയിൽസിന് ഒരു 80%, 70 to 80% ഇലക്ട്രിക്കാണ് എല്ലാ മാസം. അർജുന അറിയോ, ചില കേരളത്തിലെ പല RTOകളിലും ഇപ്പം ഡീസൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനും കൂടുതൽ ഇലക്ട്രിക് വണ്ടികളായി രജിസ്റ്റർ ചെയ്യുന്നു. ആദ്യമായിട്ട് പറവൂർ RTOയിൽ കഴിഞ്ഞ വർഷം ഏതൊരു മാസം ആണ് ആദ്യമായിട്ട് ഡീസൽ വെഹിക്കിൾസിനെക്കാളും കൂടുതൽ ഇലക്ട്രിക് രജിസ്റ്റർ ചെയ്തു. അപ്പൊ അങ്ങനെ ഇലക്ട്രിക്കിലേക്കുള്ള ഷിഫ്റ്റ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇലക്ട്രിക്കിൽ പല ആൾക്കാർക്കും ഉള്ള ബുദ്ധിമുട്ട് ഈ സെയിൽസ് കഴിഞ്ഞ് ആഫ്റ്റർ സെയിൽസ് എന്തായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ കേരളത്തിൽ തന്നെയല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് EVM കോസ്റ്റ്ലൈൻ ഗാരേജസ് ഒരു ബാറ്ററി റിപ്പയർ ഫെസിലിറ്റി കൊണ്ടുവന്നത്. ബാറ്ററി റിപ്പയർ എന്ന് പറയുന്ന സമയത്ത് നമുക്കത് മൊഡ്യൂളൊക്കെ സെപ്പറേറ്റ് നമ്മൾ ബാറ്ററി ഫുൾ എടുത്തിട്ട് ഇപ്പം നമുക്ക് തുറന്ന് അതിൻ്റെ അകത്തുള്ള നമ്മൾ ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ ബാറ്ററീസിന് നമ്മളുടെയൊക്കെ മൈൻഡിലുള്ളത് നമ്മളുടെ ലെഡ് ആസിഡ് ബാറ്ററി, കംപ്രസർ ബാറ്ററി, ഇത് അങ്ങനെയല്ല. നമ്മളുടെ സാധാരണ പെൻടോർസ് ബാറ്ററികൾ കുറെ എണ്ണം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഉള്ള ഒരു അതിലൊരു കണക്ഷൻ കൊടുക്കലാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ. അപ്പം ഈ പലപ്പോഴും ഈ ബാറ്ററി കംപ്ലൈന്റ് വരുന്നത് ഇതിൽ കുറച്ച് സെൽസ് കേടാവും. അപ്പൊ ആ സെൽസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയ സെൽസ് എടുത്ത് വെക്കും. അത് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മളിവിടെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ കോസ്റ്റ്ലൈൻ ഗാരേജസിൽ മാത്രമാണ് അവൈലബിൾ. സൗത്ത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്. അപ്പൊ അതെന്ന് വെച്ചാൽ അതിന് കുറെ ഇൻവെസ്റ്റ്മെന്റ് വേണം. ബാറ്ററി നമുക്ക് എവിടെ എല്ലായിടത്തും നമ്മുടെ ഈ ചൂടത്തൊന്നും ഇട്ട് പണിയാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടിയുള്ള ടെമ്പറേച്ചർ കൺട്രോൾ, അതിന് വേണ്ടിയുള്ള ഗാഡ്ജറ്റ്സ്, ഇതെല്ലാം നമ്മളെല്ലാം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ മേടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ട്രയൽ റണ്ണിലാണ്. ആണല്ലേ? പിന്നെ അപ്പൊ ഇനിയിപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ഹൈദരാബാദിലുള്ള ഒരു ബാറ്ററി കേടായിട്ട് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ അയാൾക്ക് റീപ്ലേസ്മെന്റ് വേണം, അല്ലാതെ എനിക്ക് സെൽ ബൈ സെൽ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ശരിക്കും വേണമെങ്കിൽ വണ്ടി കൊണ്ട് ഇവിടെ വന്ന് നമുക്കത് റിപ്പയർ ചെയ്തിട്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ നേരത്തെ ഫുൾ ബാറ്ററിയുടെ കോസ്റ്റാണ് പറയുന്നത്. ഇപ്പൊ ഫുൾ ബാറ്ററിയുടെ കോസ്റ്റ് അല്ല, ആ ഒരു സെൽ ബൈ സെൽ ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഭാഗം ഇപ്പൊ മുഴുവൻ ബാറ്ററി മാറ്റാനായിട്ട് വലിയൊരു എമൗണ്ട് വരും. പക്ഷെ അതിന്റെ ഒരു 5% അല്ലെങ്കിൽ 10% എമൗണ്ട് വരുള്ള ആ ഒരു കുറച്ച് ആ ഭാഗം മാറ്റി ക്ലിയർ ചെയ്യണം. അത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെയാണ് കോസ്റ്റ്ലൈൻ ഗാരേജ് കൊച്ചിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സൂപ്പർ സാർ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലിടയ്ക്ക് എപ്പോഴോ കണ്ട മാതിരി കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണ് നമ്മുടെ ഈ MGയുടെ ഷോറൂം കംപ്ലീറ്റ് സോളാർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ എക്സ്പാൻഷൻ എന്തോ ഉണ്ടായിട്ടില്ലേ? ഈ വർഷം ഞങ്ങള് പുറത്തുനിന്ന് കറണ്ട് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ചൂടുള്ള മാസങ്ങളിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ മാസങ്ങളിലൊക്കെ മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് കറണ്ട് എടുത്തിട്ടുള്ളൂ. ബാക്കി കറണ്ട് മിക്കാറും ഒരു ഭൂരിപക്ഷവും ഞങ്ങൾ തന്നെ ഇവിടെ ജനറേറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ യൂസ് ചെയ്തു. അത് ചെയ്യുന്ന ഒന്ന് എൻവയൺമെന്റൽ ഫ്രണ്ട്ലി, പിന്നെ രണ്ടാമത് നമ്മളുടെ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുകയാണ്. അതായത് നമ്മൾ എങ്ങനെ നമ്മളുടെ മദർ എർത്തിനെ കൺസേർവ് ചെയ്യാം, ഇലക്ട്രിക് കാർസ് വിൽക്കുക, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മളുടെ സോളാർ പവർ പ്ലാന്റിലേക്ക്. ഗ്രേറ്റ്. അപ്പോൾ ശരിക്കും സാർ 2023 അപേക്ഷിച്ച് വളരെ വലിയൊരു ചേഞ്ചസ് ആണ് 2024 കോസ്റ്റ്ലൈൻ ഗാരേജസിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. ഇനിയും 2025 ഓൾറെഡി ഇപ്പോൾ ഡിസംബർ അതായത് കഴിയാറായില്ലേ, അതിൻ്റെയൊക്കെ പ്ലാൻസ് ഒക്കെ സെറ്റ് ആയി എങ്ങനെയാണ് സാർ അടുത്ത വർഷത്തേക്ക്? അടുത്ത വർഷം നമ്മളിപ്പം MG തന്നെ ഇപ്പോൾ JSW വെച്ചിട്ട് അവർ
3 മോഡൽസ് അവർ കൊണ്ടുവരുന്നുണ്ട് ഓൾറെഡി കൺഫേംഡ് ആയിട്ട്. ഇനി അവർ പറയുന്ന എവരി 5 to 6 months ഒരു പുതിയ മോഡൽ വരും എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിതിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 അപേക്ഷിച്ച് കോമറ്റ് കാറിന്റെ അഡോപ്ഷൻ വളരെ കൂടിയിട്ടുണ്ട്. ആൾക്കാർ ഈ 2 വീലേഴ്സ് ഓടിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരും പിന്നെ ഹയർ എൻഡ് കസ്റ്റമേഴ്സ് അവർക്ക് സെക്കൻഡ് ഓർ തേർഡ് കാർ. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒന്നും കൂടി ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറയാം. ലൈക്ക് ഇപ്പോൾ ഞാൻ ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്, എല്ലാ ദിവസവും ഒരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന, ടൗണിൽ കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാരാണോ ശരിക്കും ഇപ്പോൾ കോമറ്റ്? അതെ, അത് തന്നെ. ഇപ്പൊ എറണാകുളത്ത് താമസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മൂവാറ്റുപുഴ താമസിക്കുന്ന ഒരാൾ, പുള്ളിക്കാരൻ എറണാകുളത്തേക്ക് എന്നും പോയി വരിക. അപ്പൊ അവര് കൊമറ്റ് യൂസ് ചെയ്യും. ഞങ്ങൾക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എറണാകുളത്തിനേക്കാളും കൂടുതൽ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉള്ള കോട്ടയം അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയാണ്. അപ്പൊ അവർക്കൊക്കെ എന്നും അവിടെ വന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ചു പോകും. അവർ നോക്കുന്ന ഒന്ന് ഓടിക്കാനായിട്ടുള്ള ഭയങ്കര സുഖം, കോസ്റ്റ് വൈസ്, സേഫ്റ്റി വൈസ് കോമറ്റ് വളരെ സേഫ് ആയിട്ടൊരു കാറാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള കംഫർട്ട്, അതിന്റെ കോമറ്റിന്റെ കേസ് ഞാൻ പലപ്പോഴും പറയും, നമ്മളൊരു വളരെ ഹയർ എൻഡ് 1 കോടി രൂപയുടെ മുകളിൽ ഉള്ള കാറ് കിട്ടുന്ന AC സുഖമാണ് ഡ്രൈവിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വിസിബിലിറ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഉണ്ട്. പിന്നെ കുഞ്ഞു കാറിലേക്ക് പോയിട്ട്. അപ്പൊ 2025 ഞങ്ങൾ കോമറ്റിന് നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിൻസറും ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പഴയ ZS-EVയും ആസ്ട്രോം ഹെക്ടറും അതിന്റെ രീതിയിൽ ഉള്ളതുണ്ട്. എങ്ങനെയാ അപ്പൊ സാർ ഒരു 2000 അടുത്ത വർഷം ഒരു നമ്മുടെ എനിക്ക് തോന്നുന്നു 2022 നമ്മൾ 5000 കസ്റ്റമർ ആയത്. അപ്പൊ അടുത്ത വർഷം ആകുമ്പോഴേക്കും അതൊരു 6000 പെർ ഇയർ എന്നുള്ള ഞങ്ങളുടെ ഈ വർഷം ഞങ്ങൾക്ക് ഒരു 2500 കാർസ് വിൽക്കണം. ഞങ്ങൾക്കൊരു 11,000 ആണ് ഞങ്ങൾ ഡ്രീം ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. എത്തും സാർ ഈ ഒരു ഇതില് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും അതിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. മാക്സിമം ചെയ്യണം. 10,000 എന്തായാലും ക്രോസ് ചെയ്യും വർഷം. ഗ്രേറ്റ് സർ. 2024 കോസ്റ്റ്ലൈൻ ഗാരേജസ് MGയുടെ വിശേഷങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോൾ ജിമ്മി സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് സാറ് 2024 എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ 2025 ഉണ്ടാവും എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. So happy Christmas and happy New Year. Thank you. Same to you. Thank you sir. Thank you.